എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനും മകനും കൂടി അടിയൊക്കെ കൊണ്ട് വളരെ സങ്കടത്തില് അവിടെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എടാ മോനെ, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് നീ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ ഇനി നമുക്ക് അങ്ങ് മുന്നോട്ട് പോവേണ്ടത്. സരയു അതുപോലെ തന്നെ ബഗാസുരനും നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കും. കിരണിനെ കല്യാണിയെ ഒതുക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടില്ലടാ. ഇനി ആകെയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെയും സരയുടെയും ഒപ്പം നിന്നുകൊണ്ട് അവനെ വകവരുത്തുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നമ്മുടെ ബഗാസുരനെ കൂട്ടുപിടിക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അച്ഛനും മോനും എത്തുക. അപ്പം ഈ സമയമാണെങ്കിലോ നമ്മുടെ രൂപയെ വിളിച്ച് ഫയർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ സരയു. രൂപയാണെങ്കിൽ കിട്ടിയ അവസരമാണ്. ആൻറ്റി എന്ന് വിളിച്ചതും നമ്മുടെ സരയുവിനോട്, എന്താടി നീ എന്തിനാ എന്നെ വിളിച്ചത് എടി എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും ശരിക്കും നമ്മുടെ സരയുവിന് ഫീൽ ചെയ്തു. ഇത്രയും വർഷവും ആൻറ്റിയുടെ ചെല്ലക്കുട്ടിയായിരുന്നു സരയുവാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആൻറ്റി തന്നെ ഇങ്ങനെ തള്ളി പറയുന്നത് കേട്ടതും സരയുവിന് നല്ല വിഷമമായി. അല്ല ആൻറ്റി, അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചതും, അതെ, ഇത്രയും വർഷവും എന്നെ എൻ്റെ ഭർത്താവിനെയും കൂടി അകറ്റി നിർത്തിയിരുന്നത് നിന്റെ അച്ഛൻ്റെ കുബുദ്ധിയായിരുന്നു. എന്തായാലും അയാൾ ചതിച്ച പാവം ഒരു സ്ത്രീ അവരിവിടെ ഉണ്ട്. അവരെ ഞങ്ങൾ സംരക്ഷിച്ചു വരികയാണ് എന്നൊക്കെ കൂടി രൂപ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സരയു, ഇവര് പറഞ്ഞു വരുന്നത് താരയെ കുറിച്ചിട്ടാണല്ലോ. ഇനി താര എൻ്റെ അമ്മയാണ് എന്നുള്ള സത്യം ഇവര് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ സരയുവിൻ്റെ മനസ്സിലൊക്കെ വരിക. അങ്ങനെ സരയു ആണെങ്കിലോ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവില്ല, പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ആ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. എടീ, എൻ്റെ ഭർത്താവ് താരയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ചാണ് നിന്റെ അച്ഛൻ 10-20 വർഷം എന്നെയും അദ്ദേഹത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ സത്യാവസ്ഥകൾ മുഴുവനും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഇനി എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനെ വിശ്വസിക്കില്ല. അവനെങ്ങാനും ഇനി എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ ഈ പടിക്ക് വന്നു കഴിഞ്ഞാൽ ചാണകവെള്ളം ഒഴിക്കുമെന്നുള്ള രീതിയിലൊക്കെ രൂപ സംസാരിക്കുക. ഇനി എന്ത് ചെയ്യാനാ? ആൻറ്റിയോട് സംസാരിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കി സരയുവാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ശാരിയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, അച്ഛനെ തല്ലിയത് താരയാണ്. ആ വിവരങ്ങൾ മുഴുവനും ആൻറ്റി എന്നോട് പറഞ്ഞു. ഇനി അച്ഛനും ആൻറ്റിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ് ആൻറ്റി സംസാരിച്ചതെന്ന് കൂടി നമ്മുടെ ശാരിയോട് സരയു പറയുമ്പോൾ, സരയു മോളെ, നീ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. രൂപ എന്ന് പറയുന്ന നിന്റെ ആൻറ്റി ഇതിന് മുന്നേ മുതലേ നിന്റെ അച്ഛനെ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയതാ. ഓർക്കുന്നുണ്ടോ മോള്? ഇതിനു മുന്നേ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പിണങ്ങി രൂപയുടെ വീട്ടിലേക്ക് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന സമയത്ത് പല രഹസ്യങ്ങളും എനിക്ക് കണ്ടെത്താൻ സാധിച്ചായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശാരി സരയുവിനോട് പറയുമ്പോൾ സരയു ശരിക്കും ബ്ലിങ്ങസ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത്രയും നാളും ആൻറ്റി എന്നെയും അച്ഛനെയും ഒക്കെ പറ്റിക്കുമായിരുന്നു അല്ലേ? ആ സേനൻ്റെ കൂടെ ചേർന്ന് എല്ലാവരും ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ? ആ ഒരു കലിയിൽ നമ്മുടെ സരയു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബഗാസുരൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അല്ല, എങ്ങോട്ടാ പോകുന്നത്? അച്ഛനെ ആരാ തല്ലിയതെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന് നമ്മുടെ ശാരിയും അതുപോലെ സരയും കൂടി പറയുകയാണ്. ഈ സമയമാണെങ്കിലോ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ, എന്നെ തല്ലിയത് ആരും ആയിക്കോട്ടെ, എന്നെ എൻ്റെ പെങ്ങള് അറിഞ്ഞുകൊണ്ട് ഒരു കുഴി കൊണ്ട് ചാടിച്ചു. ഇനി എന്തായാലും അവൾക്ക് അധിക നാള് സന്തോഷത്തോടു കൂടി, അതും അവൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അത് ഞാൻ ഉണ്ടാക്കില്ല. പിന്നെ ഇങ്ങേര് ഇന്നും ഇന്നലെ പറയുന്നതല്ലല്ലോ ഇത്. ഇതിനു മുന്നേ എത്ര കാലം മുന്നേ ഇങ്ങേര് പലരെയും കൊല്ലുമെന്നും പലരെയും ഒക്കെ നശിപ്പിക്കുമെന്നും ഒക്കെ വെല്ലുവിളി നടത്തിയിട്ടും ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, നീ ഇയാൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ടെന്ന് ശാരി സരയിനോട് പറയുക. അതിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എടി, നിന്നോട് ഞാൻ ഇന്നലെയോ പറഞ്ഞു, നീ വെറുതെ അതും ഇതും പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. അറിയാലോ ശാരി, എൻ്റെ കൈക്കരുത്ത് നീ മനസ്സിലാക്കിയതാണല്ലോ എന്ന് ശാരിയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഗാസുരൻ ആ വീട്ടിൽ നിന്ന് പോവാണ്. പോകുന്നത് മറ്റെങ്ങോട്ടും അല്ല കേട്ടോ. പുള്ളിക്കാരൻ പോകുന്നത് പ്രകാശനെയും പൊന്നുമോനെയും കാണാൻ വേണ്ടി തന്നെയാണ്.
അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ കിരണും അതുപോലെ കല്യാണിയൊക്കെ കൂടി രൂപയുടെ അടുത്തേക്ക് ചെന്നു. ആരാ അമ്മ വിളിച്ചത്? സരയോ മോളെ വിളിച്ചത്? അവൾക്ക് കൊടുക്കാനുള്ളത് മുഴുവനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവൾ ആൻറ്റി എന്ന് തികച്ചു വിളിക്കില്ല. എന്തായാലും അവൾ സ്വന്തം അമ്മയോട് ചെയ്ത ക്രൂരതകളൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവളെപ്പോലെയുള്ള ഒരുത്തിയെ സ്നേഹിക്കാനേ തോന്നില്ല. ആ ദുഷ്ടന്റെ തനി പകർപ്പ, അല്ലാതെ താരയിലെ നന്മകളൊന്നും ആ പെണ്ണിന് കിട്ടിയിട്ടില്ല എന്ന് കൂടി രൂപ പറയുക. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കല്യാണി അങ്ങനെ നിൽക്കുന്നുണ്ട്. കല്യാണി പറഞ്ഞു, അമ്മേ എന്തൊക്കെ വന്നാലും ബഗാസുന്റെ ചോരയായത് കൊണ്ട് തന്നെ അവൾ ആ ഒരു ദുഷ്ടത്തനം കാണിക്കുമെന്നുള്ളത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണല്ലോ. അല്ലെങ്കിൽ തന്നെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, കിരണേട്ടനെയും താരയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളും കൂടി ചേർന്ന് കൊട്ടേഷൻ വെക്കുമോ? അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകണമെന്നൊക്കെ കല്യാണി പറയുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പ്രകാശൻ നമ്മുടെ ബഗാസുറിനെയും വെയിറ്റ് ചെയ്തോണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രം പറഞ്ഞു, അല്ലച്ച ഇപ്പൊ തന്നെ മരിച്ചു പോകാത്ത ഒരാൾ മരിച്ചു പോയി എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് കളവ് പറഞ്ഞതല്ലേ ബഗാസുരൻ. അതുകൊണ്ട് തന്നെ അയാളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇനി നമ്മൾ അയാൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് നമുക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പണിയായി വരാനുള്ള സാധ്യത കാണില്ലേ? അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. എടാ മോനെ, നമുക്ക് രണ്ടുപേർക്കും ഇനി ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കല്യാണിയുടെ കാര്യം. അവൾക്ക് എന്ത് മാത്രമുണ്ട്, അവൾക്ക് എന്തോരം സന്തോഷമുള്ളൊരു ജീവിതമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് മുഴുവനും, ആ സന്തോഷം മുഴുവനും തല്ലിക്കെടുത്തുന്ന രീതിയിൽ നമ്മളുടെ പ്രവർത്തികൾ വന്നു കഴിഞ്ഞാലോ പിന്നെ അവളുടെ അവസ്ഥ എന്തായിരിക്കും? സംഭവമൊക്കെ ശരി തന്നെയാണ്, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സരയുനെയും അവളുടെ അച്ഛനെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്ന് നമ്മുടെ വിക്രം പറയുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബഗാസുരൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പുള്ളിക്കാരനെ കണ്ടതും നമ്മുടെ പ്രകാശം പറഞ്ഞു, നീ എന്നാലും ഈ കുറച്ച് മുന്നേ കാണിച്ചത് ഒരു കൊടും ജതി തന്നെ ആയിപ്പോയി എൻ്റെ രാഹുലെ. ഇങ്ങനെയൊന്നും ആരോട് കാണിക്കരുത്. എടാ, അത് അപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയായി പോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ബഗാസുരന്റെ മനസ്സിൽ നിനക്ക് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. എന്തായാലും നിനക്കും ഒരു തല്ല് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് നിറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങുകയാണ്. അല്ല, അപ്പൊ എങ്ങനെയാണ് നിന്റെ പ്ലാനുകൾ എന്താണെന്ന് നമ്മുടെ പ്രകാശം ചോദിച്ചതും, അതെ എൻ്റെ പ്ലാൻ എനിക്ക് കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതിനുവേണ്ടി കൊള്ളാവുന്ന ആമ്പിള്ളേരെ ഞാൻ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോള് കുറച്ച് ലക്ഷം രൂപകൾ നിന്റെ മകന് നൽകിയതുപോലെയൊന്നും അല്ല. അതും ചീള് കേസ്. താര എന്ന് പറയുന്ന ആ സ്ത്രീയെ വകവരുത്താൻ പോലും ഈ നിൽക്കുന്ന വിക്രത്തെ കൊണ്ട് സാധിച്ചില്ലല്ലോടാ. എൻ്റെ മോളുടെ കുറച്ച് പൈസ പോയതല്ലാതെ അതുകൊണ്ട് മറ്റു പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അറിയാവുന്ന ആമ്പിള്ളേരെ കളത്തിലിറക്കി കളിച്ചിരിക്കുന്നത്. എന്തായാലും അവന്മാര് ആ സന്തോഷ വാർത്ത നമ്മളെ അറിയിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഇവന്മാര്, ഈ ദുഷ്ടന്മാര് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നതൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. അപ്പൊ ഇവരുടെ ഈ പ്ലാനുകളൊക്കെ നമ്മുടെ സേനൻ ഏതോ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേനൻ അതിന് തടുക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതും ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലുണ്ട്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.